Hello all. നമുക്ക് അടുത്തത് ഗാൽവനോമീറ്റർ എന്താണെന്ന് പറയാം. So as we all know, what is a galvanometer? It's an indicating instrument which shows whether there is a current flow or not. It will not give the value of the current, or it will not give the magnitude of the current. It is just showing the presence or absence of current. അതായത് ഒരു കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് ഒരു ഗാൽവനോമീറ്റർ പറയാം. ബാക്കി കാര്യങ്ങളൊന്നും, അതായത് എത്ര മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ഇതൊന്നും ഗാൽവനോമീറ്റർ നമുക്ക് തരില്ല, അല്ലേ? ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് യൂസ്ഡ് ഇൻ ഡിഫ്ലക്ഷൻ മെത്തേഡ്സ്. നമുക്കത് കറണ്ട് ഫ്ലോ അതിൽ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും, ഇല്ല വെച്ചാൽ ഡിഫ്ലക്ഷൻ കാണിക്കില്ല. അത്രേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. Now it should be sufficiently, അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇറ്റ് ഷുഡ് ബി സഫിഷ്യന്റ്ലി സെൻസിറ്റീവ്. ഇറ്റ് ഷുഡ് ഹാവ് എ സ്റ്റേബിൾ സീറോ. അതായത് നമുക്കൊരു പോയിന്റിൽ സീറോയിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കണം, അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരു ഷോർട്ട് പീരിയോഡിക് ടൈമിന് അത് നിൽക്കണം. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആയിരിക്കണം, കുറേ സമയം എടുക്കാൻ പാടില്ല ഒരു പെർട്ടിക്കുലർ വാല്യൂലേക്ക് എത്താനായിട്ട്. സോ ബേസ്ഡ് ഓൺ ദ യൂസ് ദ ഗാൽവനോമീറ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3: DC galvanometer, AC galvanometer and ballistic galvanometer. മൂന്ന് ടൈപ്പ് ഉണ്ട്: DC galvanometer, AC galvanometer and ballistic galvanometer. അപ്പോൾ മാഗ്നറ്റിക് മെഷർമെന്റ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ആണ്. നമുക്കിവിടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ ഫ്ലക്സ് മീറ്റർ ഉപയോഗിക്കാം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ലെറ്റ് us see what is a D. Arsnoval type galvanometer. നമ്മുടെ യൂഷ്വലി ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് D. Arsnoval type galvanometer ആണ്. ഇതാണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ബേസിക് കൺസ്ട്രക്ഷൻ ഒരു D. Arsnoval galvanometer. അതിനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇലക്ട്രോമാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ an action caused by the electromagnetic deflection using a coil of wire and a magnetized field. നമുക്കൊരു മാഗ്നറ്റൈസിങ് ഫീൽഡും ഒരു കോയിലും, ഒരു വയറിന്റെ ഒരു കോയിലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിൽ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫ്ലക്ട് ചെയ്യും അല്ലെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യില്ല. അതായത് ഒരു കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടെങ്കിൽ, വിച്ച് മീൻസ് ഇഫ് ദർ ഇസ് എ കറണ്ട് ഫ്ലോ, a magnetic field proportional to the current is created. അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും, അവിടെ നമുക്കൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ this effect is useful for measuring current and is employed in many practical meters. Ballistic galvanometer is of D. Arsnoval type. നമ്മൾ പറയുന്ന ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫണ്ടമെന്റൽ രീതി എന്ന് പറയുന്നത് അതൊരു D. Arsnoval ടൈപ്പ് ഗാൽവനോമീറ്റർ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബേസിക് ഓപ്പറേഷൻ എന്താണ്? It is used in the measurement of charge or the quantity of the electricity passed through it. When a magnetic flux interlinking with the search coil is, നമ്മൾ നേരത്തെ സെർച്ച് കോയിലിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായി, interlinking with the search coil is changed and EMF is induced in the search coil connected to the galvanometer terminals. എന്താ ഉണ്ടാകുന്നത്? നമുക്കൊരു സെർച്ച് കോയിൽ, നമ്മൾ മിക്കപ്പോഴും ഒരു സെർച്ച് കോയിൽ, ബി കോയിൽ, എച്ച് കോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് കോയിൽസ് പറഞ്ഞിരുന്നു. നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ മെഷർമെന്റിനും അതുപോലെ മാഗ്നറ്റൈസിംഗ് ഫോഴ്സിന്റെ മെഷർമെന്റിലും ഒക്കെ നമ്മൾ ഒരു സെർച്ച് കോയിൽ ചുറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പെസിമെന്റെ മുകളിൽ. ആ സ്പെസിമെന്റെ മുകളിൽ കൂടെയുള്ള സെർച്ച് കോയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ്, അതായത് ആ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ EMF ഇൻഡ്യൂസ് നമ്മുടെ ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ടെർമിനൽസ്, സെർച്ച് കോയിലിന്റെ ടെർമിനൽസ് ഗാൽവനോമീറ്ററിലേക്കാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ടെർമിനൽസിന് അക്രോസ് ആയിട്ട് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി either a moving coil or a moving magnet type. എങ്ങനെ വേണമെങ്കിലും ആവും, മൂവിംഗ് കോയിൽ ടൈപ്പ് ആവും അല്ലെങ്കിൽ മൂവിംഗ് മാഗ്നറ്റ് ടൈപ്പ് ആവും. അതനുസരിച്ച് എത്രത്തോളം ഫ്ലോ ചെയ്യുന്നുണ്ടെന്നനുസരിച്ച് ഇറ്റ് ഗീവ്സ് എ ത്രോ വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഇലക്ട്രിസിറ്റി ഇൻസ്റ്റന്റേനിയസ്ലി പാസ് ഔട്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ അതിൽ എത്രത്തോളം കറണ്ട് പാസ് ചെയ്യുന്നതനുസരിച്ച് അതൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ത്രോ തരും. അതിനർത്ഥം അതിലെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്നാണ്. പക്ഷെ അത് മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യാനായിട്ടൊന്നും നമ്മൾ ഗാൽവനോമീറ്റർ ഉപയോഗിക്കില്ല, അതിന് നമ്മൾ എപ്പോഴും അമ്മീറ്റർ തന്നെ ഉപയോഗിക്കുള്ളൂ. ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നുണ്ടാവുക. The moving system of ballistic galvanometer is made to have large moment of inertia by attaching small weights to the moving system. ആ മൂവിംഗ് സിസ്റ്റത്തിന്റെ മുകളിൽ ചെറിയ ചെറിയ വെയിറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് അതിന് ഇനേർഷ്യ ഉണ്ടായിരിക്കും. ഓക്കെ, in order to obtain the first deflection of maximum amplitude, the ballistic galvanometer is usually lightly damped. ആദ്യം ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഡിഫ്ലക്ഷൻ, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ആദ്യത്തെ ഡിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് പലപ്പോഴും അത് ലൈറ്റ്ലി ഡാംപ്ഡ് ആക്കിയിട്ട് വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല ടൈപ്പ് ഡാമ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ടൈപ്പ് ഡാമ്പിംഗ് ആണ് ഇതിന് യൂസ് ചെയ്യുക നമ്മുടെ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. The throw or deflection is read at the extreme point by the use of a lamp and a scale. ഒരു ലാമ്പും ഒരു സ്കെയിലും വെച്ചിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ എത്രത്തോളം ത്രോ ഉണ്ട്, ഡിഫ്ലക്ഷൻ ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. എക്സ്ട്രീം പോയിന്റിൽ അറിയാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒരു ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. After observing the deflection, the switch connected across the ballistic galvanometer has to be closed to bring to its initial position. അപ്പോൾ ആദ്യം നമ്മൾ ഡിഫ്ലക്ഷൻ ഉണ്ടെന്ന് കണ്ടതിന് ശേഷം ഈ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ അക്രോസ് കണക്ട് ചെയ്തിട്ടുള്ള സ്വിച്ച് ക്ലോസ് ചെയ്യണം. അപ്പം നമുക്ക് ഈ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ഇനീഷ്യൽ പൊസിഷനിലേക്ക് വരും.
അതുപോലെ തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് മൂവിംഗ് കോയിലിന് മുകളിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളത് സസ്പെൻഡ് ചെയ്യുന്ന സ്ട്രിപ്പ് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ അത് പ്രോപ്പറായിട്ട് മൗണ്ട് ചെയ്തിട്ടുണ്ടാവണം. The terminals in coil should be of copper so that thermoelectric effects are avoided. നമ്മളത് ആ ഫിഗർ കാണിച്ച സമയത്ത് പറഞ്ഞിരുന്നു. അത് കോപ്പർ മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പിൽ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിരുന്നു. ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ആവാം, അല്ലെങ്കിൽ ഫ്ലക്സ് മീറ്റർ ആവാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഫ്ലക്സ് മീറ്റർ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ പ്രൊവൈഡഡ് വിത്ത് എ ഹെവി ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്. അതിന്റെ ഡാമ്പിംഗ് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഡാമ്പിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന് കൺട്രോളിംഗ് ടോർക്ക് ചെറിയ കൺട്രോളിംഗ് ടോർക്ക് ആയിരിക്കും. അതുപോലെ അതിന്റെ ഒപ്പം തന്നെ നമ്മളൊരു പോയിന്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. സ്കെയിൽ യൂഷ്വലി വെബർ പെർ മീറ്റർ സ്ക്വയറിലാണ് കാണിച്ചിട്ടുണ്ടാവും. ഇതാണ് ഒരു ഫ്ലക്സ് മീറ്ററിന്റെ അറേഞ്ച്മെന്റ്. നമുക്ക് രണ്ട് പോൾസ് ഉണ്ട്, കോയിൽ ഉണ്ട്. കോയിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സിൽക്ക് ത്രെഡിന്റെ സസ്പെൻഷൻ ഉണ്ട്, ഒരു സ്പ്രിങ്ങിന്റെ അറേഞ്ച്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹെലിക്കൽ വൈൻഡിങ് ഉണ്ട്. ആ രീതിയിലാണ് നമ്മുടെ ഫ്ലക്സ് മീറ്റർ വെച്ചിട്ടുണ്ടാവും. വേറെ ഒന്നുമില്ല, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലക്സ് മീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്ലക്സ് മീറ്റർ ഉപയോഗിക്കാം എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗിൽ തന്നെ, മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഫ്ലക്സ് മീറ്ററിന്റെ കൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. A coil of small cross section is suspended from a spring supported by means of a single silk thread. ഒരു സിൽക്ക് ത്രെഡിന്റെ മുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു കോയിൽ, ഒരു ചെറിയ ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ഒരു കോയിൽ ഈ സിൽക്ക് ത്രെഡ് വഴി നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. സിൽക്ക് ത്രെഡിന്റെ സസ്പെൻഷൻ ഒരു സ്പ്രിംഗ് വഴി നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. The coil moves in the narrow gap of a permanent magnet. നമ്മുടെ ഈ പെർമനന്റ് മാഗ്നറ്റ്, ഇവിടെ രണ്ട് പെർമനന്റ് മാഗ്നറ്റ് കാണിച്ചിട്ട് ഇതിന്റെ ഇടയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണാം ഇല്ലേ? ഒരു കുഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരു കുഞ്ഞൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിന്റെ ഇടയിലാണ് നമ്മുടെ ഈ കോയിൽ മൂവ് ചെയ്യുന്നുണ്ടാവുക. നമുക്കിതിന് വേറെ കൺട്രോൾ സ്പ്രിങ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട, ഈ കോയിലിലേക്ക് വേണ്ട കറണ്ട്, കോയിലിലേക്ക് ഫ്ലോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കറണ്ട് എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക? ഇറ്റ് ഇസ് ഫെഡ് ബൈ ഹെൽപ്പ് ഓഫ് എ വെരി ലൂസ് ഹെലിക്കൽസ് ഓഫ് വെരി തിൻ അനീൽഡ് സിൽവർ സ്ട്രിപ്സ്. അത് നമുക്ക് ഇവിടെ ഒരു ലൂസ് ആയിട്ടുള്ള ഹെലിക്കൽസ് ആണ്. നമ്മൾ തൊട്ട് പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായി, ഹെലിക്കൽസ് വളരെ ലൂസ് ആയിട്ടുള്ള ഹെലിക്കൽസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ആ ലൂസ് ഹെലിക്കൽസ് വഴിയാണ് നമ്മൾ ലൂസ് ആയിട്ടുള്ള ഹെലിക്കൽസ് വഴിയാണ് നമ്മൾ അതിന് എന്ത് കൊടുത്തിട്ടുണ്ടാവുക? കറണ്ട് ഫ്ലോ കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ നമ്മളിവിടെ ഇതിന് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഇതിന് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് നെഗ്ലിജിബിൾ ആകാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ഒരു ചെറിയ എയർ ഗ്യാപ്പിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ ഈ കോയിൽ മൂവ് ചെയ്യുന്നത്. ഈ നമ്മൾ കാണിച്ചിരിക്കുന്ന നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറയുന്നത് മാഗ്നറ്റ് ആണ്. അത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. നമ്മൾ ഈ നോർത്ത് പോൾ സൗത്ത് പോളിന്റെ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ് അല്ല. എന്താ ഈ പെർമനന്റ് മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം? പെർമനന്റ് മാഗ്നറ്റ് ആണ് ചെയ്യുന്നത് എപ്പോഴും മാഗ്നറ്റിസത്തിന്റെ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിൽ അതിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് മാഗ്നറ്റിസത്തിന്റെ ഫീച്ചർ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു ഒരു ഫ്ലക്സ് മീറ്റർ വർക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സെർച്ച് കോയിലിന്റെ തുമ്പാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിലേക്ക് അല്ലെങ്കിൽ ഫ്ലക്സ് കോയിലിലേക്ക് കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. The terminals of the flux meter are connected to the search coil. അപ്പോൾ സെർച്ച് കോയിലിന്റെ മീറ്ററിന്റെ കോയിലിന്റെ എൻഡ് നമ്മൾ സെർച്ച് കോയിലിലേക്ക് കണക്ട് ചെയ്യാം. നമ്മൾ ആ മറ്റേ ഫിഗറൊക്കെ ഇനീഷ്യലി നമ്മൾ ബി മെഷർ ചെയ്യാനോ എച്ച് മെഷർ ചെയ്യാനോ ഒക്കെ കാണിച്ച ഫിഗറിനകത്ത് നമ്മൾ ആ എന്താ പറയാ, ആ സെർച്ച് കോയിലിന്റെ ടിപ്പ് നമ്മൾ ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിലേക്ക് കാണിച്ചതായിട്ടാണ് ഫിഗറിൽ റെപ്രസെന്റ് ചെയ്തത്. ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്ലക്സ് മീറ്റർ ഉപയോഗിക്കാം എന്ന് പറയാം. അപ്പോൾ അതിൽ കൂടെയുള്ള ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും, അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. The flux linking with the search coil is changed either by moving the coil from the magnetic field or by reversing the field. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് മാറണം. ഫ്ലക്സ് ലിങ്കേജ് നമുക്ക് രണ്ട് തരത്തിൽ മാറ്റാം. ഒന്നില്ലെങ്കിൽ നമുക്ക് കോയിലിനെ നീക്കിയാൽ മതി, അപ്പോൾ ചേഞ്ച് ഇൻ ദ ഫ്ലക്സ് ഉണ്ടാവും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീൽഡിനെ റിവേഴ്സ് ചെയ്താൽ മതി അല്ലെ? ഒന്നില്ലെങ്കിൽ ഫീൽഡിനെ റിവേഴ്സ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജിൽ ചേഞ്ച് ഉണ്ടാക്കാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്താൽ മതി. അതായത് നമ്മളിപ്പോൾ ഫീൽഡിനെ മൂവ് ചെയ്യുക, കോയിലിനെ സ്റ്റേഷനറി ആയിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ കോയിലിനെ മൂവ് ചെയ്യുക, ഫീൽഡിനെ സ്റ്റേഷനറി ആയിട്ട് വയ്ക്കുക. രണ്ടു തരത്തിലും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് മൂവിംഗ് ദ കോയിൽ ഫ്രം ദ മാഗ്നറ്റിക് ഫീൽഡ് ഓർ ബൈ റിവേഴ്സിംഗ് ദ ഫീൽഡ്. അതായത് നമുക്ക് നമ്മളതിന് റിവേഴ്സിംഗ് കോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സപ്ലൈ ഒരു ഡയറക്ഷനിൽ പോകും, അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് മറ്റേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ദ ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദ സെർച്ച് കോയിൽ EMF ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ എവിടെ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്തോ അവിടെ നമുക്ക് EMF ഇൻഡ്യൂസ് ചെയ്യും. രണ്ട് തരത്തിലുള്ള ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നീക്കിയിട്ട് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാം. പോസിറ്റീവ് സപ്ലൈനെ ജസ്റ്റ് റിവേഴ്സ് ചെയ്താൽ മതി. EMF sends a current through the flux meter. അപ്പോൾ EMF എന്ത് ചെയ്യും? ആ ഫ്ലക്സ് മീറ്ററിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്യിപ്പിക്കും, which deflects through an angle depending upon the change in the value of the flux linkage. എത്രത്തോളം ഫ്ലക്സ് ലിങ്കേജ് മാറി എന്നതിനനുസരിച്ച് നമുക്ക് ഇതിന് മുകളിലൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും.
The instrument coil deflects during the period the flux linkage changes, but as soon as its change ceases, the coil stops, owing to high electromagnetic damping in the circuit. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. പക്ഷെ ഫ്ലക്സ് ലിങ്കേജ് നിന്ന് കഴിഞ്ഞാൽ, അതായത് ചേഞ്ച് സീസസ്, ഫ്ലക്സ് ലിങ്കേജിന്റെ ചേഞ്ച് നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? കോയിൽ നിൽക്കും. എന്തുകൊണ്ട്? ഓയിങ് ടു ഹൈ ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്. നല്ല ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് നമ്മുടെ കോയിൽ സർക്യൂട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചേഞ്ച്, ഫ്ലക്സ് ലിങ്കേജിന്റെ ചേഞ്ച് എപ്പോൾ നിൽക്കണോ അപ്പോൾ കോയിൽ നിൽക്കും. അപ്പോൾ കോയിലിന്റെ ഡിഫ്ലക്ഷൻ നിൽക്കും. It is usually provided with a pointer attached to the moving system and a scale graduated in Weber turns. അപ്പോൾ സാധാരണ രീതിയിൽ അതെന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഒരു പോയിന്റർ നമ്മുടെ മൂവിംഗ് സിസ്റ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു പോയിന്ററും അതുപോലെ തന്നെ ഒരു സ്കെയിൽ, ഗ്രാജുവേറ്റഡ് സ്കെയിലും ഉണ്ടായിരിക്കും. യൂണിറ്റ് വെബർ ടേൺസിലായിരിക്കും. അതുപോലെ ഫോർ ലാബറട്ടറി യൂസ്ഡ് സിൽക്ക് ഫൈബർ സിസ്റ്റം വിത്ത് മിറർ ആൻഡ് ലൈറ്റ് സോഴ്സ്. ഒരു സിൽക്ക് ഫൈബർ സിസ്റ്റം, ഒരു മിററും ലൈറ്റ് സോഴ്സും ഉള്ള ഒരു സിൽക്ക് ഫൈബർ സിസ്റ്റം ആണ് ലാബറട്ടറി പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യാം. അതുപോലെ ടൈം ഓഫ് ദ ഫ്ലക്സ് ചേഞ്ച് ഇസ് ലെസ് ദാൻ 30 seconds ടു റെഡ്യൂസ് സീരിയസ് എറേഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ ഈ ഫ്ലക്സ് ചേഞ്ചിന്റെ ടൈം 30 seconds താഴെ നിർത്തും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കൊണ്ടുള്ള വലിയ എററുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. The reading is obtained by observing the difference in the deflection. എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് ഡിഫ്ലക്ഷനിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഫ്ലക്സ് മീറ്റർ ഉപയോഗിച്ചിട്ട് എത്രത്തോളം ഫ്ലോ ഉണ്ടായി എന്ന് അറിയാൻ പറ്റും. കിട്ടുന്നത് വെബർ ടേൺസ് ആണ് ഫ്ലക്സിൽ കിട്ടുന്ന യൂണിറ്റ്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് തിയറി ഓഫ് ഫ്ലക്സ് മീറ്റർ ആണ്. അപ്പോൾ തിയറി ഓഫ് ഫ്ലക്സ് മീറ്റർ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു all. Hope you have understood up to this. Okay.